കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ രുചിയും ആരോഗ്യവും ആവോളം കൊടുക്കുന്ന പവിഴം സൺഫ്ലവർ ഓയിൽ മാജിക്. പവിഴം സൺഫ്ലവർ ഓയിൽ, അടുക്കള ഇനിയൊരു അത്ഭുത ലോകം. ചില സിനിമകൾ ഷൂട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ ഇത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന ആഗ്രഹമുണ്ടാകും. അത്തരത്തിലൊരു ആഗ്രഹം തോന്നിയ സിനിമയാണ് പുലിമുരുകൻ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സിനിമയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസാകുന്ന ചിത്രമാണ്. ഒരുപാട് ഭാഷയിൽ റിലീസ് ആകാൻ പോകുന്ന ചിത്രമാണ്. ഇതിലെ സംഘടന രംഗങ്ങൾ പീറ്റർ ഹെയിൻ എന്ന് പറയുന്ന മാസ്റ്ററാണ്. ഇതിലെ പാട്ടുകൾ നല്ലതാണ്. ഇതിലെ എല്ലാം നന്നാകാൻ തുടങ്ങുമ്പോൾ എല്ലാം നന്നാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഷോട്ടോ ഒന്നുമല്ല. ഒരുപാട് സംഘടന രംഗങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രീറ്റായി മാറട്ടെ പുലിമുരുകൻ. വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വിജയമാകണമെന്നും എല്ലാം ഭംഗിയായി പോകണമെന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ ആഗ്രഹിച്ച സിനിമയാണ്. പക്ഷെ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നൊരു സിനിമയാണ്. കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. ഒരുപാട് സമയം ചിലവഴിച്ച് അതിൻ്റെ ലൊക്കേഷനുകളിൽ പോകാൻ വേണ്ടി പ്രയാസപ്പെട്ടത്. അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കഠിനാധ്വാനങ്ങൾ അതൊക്കെ വളരെ പേഴ്സണലാണ്. ഞങ്ങളുടെ യൂണിറ്റുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം സിനിമ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നുവാണെങ്കിലും ആ സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടാൻ വളരെയധികം പ്രയാസമായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി, പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പരിഭവമില്ലാതെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അതിലെ യൂണിറ്റ് അംഗങ്ങൾ, അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രവർത്തിച്ച ആൾക്കാരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ചില സിനിമകൾ ഷൂട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ ഇത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന ആഗ്രഹമുണ്ടാകും. അങ്ങനെ അത്തരത്തിലൊരു ആഗ്രഹം തോന്നിയ സിനിമയാണ് പുലിമുരുകൻ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സിനിമയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുങ്ങാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. തീർച്ചയായിട്ടും വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു മനുഷ്യനും ഒരു മൃഗവും, ഒരു അനിമലും ഒരു ഹ്യൂമനും തമ്മിലുള്ള ഒരു റൈവൽറി. ഇതിൻ്റെ പ്രമേയം അതാണ്. അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമില്ല ഷൂട്ട് ചെയ്യാൻ. ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഷോട്ടോ ഒന്നുമല്ല. ഒരുപാട് സംഘടന രംഗങ്ങളുണ്ട്. അത് സംവിധാനം ചെയ്ത വൈശാഖിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. റിലീസിൻ്റെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ചെന്നൈയിലാണ്. അതുപോലെ തന്നെ ഉദയൻ, അദ്ദേഹം ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കമാലിനി ഓൺ ദ വേ ആണ്. ഷാജി വന്നിട്ടുണ്ടാവില്ല. ഷാജി, എല്ലാവരും ഈ ചിത്രത്തിൻ്റെ റിലീസിൻ്റെ പുറകിലാണ്. കാര്യം അത് ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസാകുന്ന ചിത്രമാണ്. ഒരുപാട് ഭാഷയിൽ റിലീസ് ആകാൻ പോകുന്ന ചിത്രമാണ്. ഇതിലെ സംഘടന രംഗങ്ങൾ പീറ്റർ ഹെയിൻ എന്ന് പറയുന്ന മാസ്റ്ററാണ് എൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെയധികം സമയമെടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഈ സിനിമ ഏറ്റവും വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് എലിവേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ചിത്രം കണ്ട ആള് എന്ന നിലയിൽ സിനിമ കഴിയുമ്പോഴേ മനസ്സിലാവുന്നു. ഇതിലെ പാട്ടുകൾ നല്ലതാണ്. ഇതിലെ എല്ലാം നന്നാകാൻ തുടങ്ങുമ്പോൾ എല്ലാം നന്നാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
നല്ലൊരു ട്രീറ്റായി മാറട്ടെ. പുലിമുരുകൻ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും എന്നും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായി ഇത് മാറാൻ സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അത് കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറകിലെ കഷ്ടപ്പാടെടുക്കുക. ഒരിക്കൽ കൂടി ടോമിച്ചന് ഞാൻ നന്ദി പറയുന്നു. ഇത്തരമൊരു ചിത്രം എടുക്കാൻ തയ്യാറായത്, അതിനെ ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒന്നുമില്ലാതെ അതിനെ ഈ റിലീസ് വരെ കൊണ്ട് എത്തിച്ചതിനും അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ഈ മലയാള സിനിമ, മലയാള ഫ്രറ്റേണിറ്റി അങ്ങയോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.